വാമിങ്ങിന് എത്തുകയാണ്. നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കാം. എനിക്കൊന്നും പറയേണ്ടി അറിയത്തില്ല. എനിക്ക് നമ്മള് ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പോ വേറൊരു ഫംഗ്ഷൻ, ഇതരുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിനായിട്ട് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. ബിഗ് ബോസ് താരങ്ങളായ നൂറയും ആദിലയും മലബാർ ഗോൾഡിലെ ഫൈസലിക്കയുടെ ഹൗസ് വാമിങ്ങിന് പങ്കെടുത്ത വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത്. എനിക്കും അതിന് ചിലത് പറയാനുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ ഈ ലെസ്ബിയൻ കപ്പിൾസിനോട് എനിക്ക് തീർത്തും വിയോജിപ്പ് മാത്രമാണ്. പല സ്ഥലങ്ങളിലും ഞാനത് പ്രകടിപ്പിച്ച ആളുമാണ്. എന്നാൽ ഇത്രയും വലിയൊരു പരിപാടിയിൽ ലെസ്ബിയൻ കപ്പിൾസായ അവർ വരുന്നത് നിങ്ങൾക്ക് തൃപ്തിയല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾക്കത് ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങൾ അറിയാതെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു വീട്ടിലേക്ക്, ഇത്രയും ക്ഷണിക്കപ്പെടുന്ന അതിഥികൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു പ്രോഗ്രാമിലേക്ക് അവർ വിളിക്കാതെ വരില്ല. കാരണം ഒരു നേരത്തെ അന്നത്തിന് മുട്ടി നിൽക്കുന്നവരല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന നൂറയും ആദിലയും ഇപ്പോൾ. അപ്പോൾ അവർ നിങ്ങൾ വിളിച്ചിട്ട് തന്നെയാണ് അവർ വന്നത്. നിങ്ങളവരെ പരിഗണിച്ചു. വേണ്ട രീതിയിൽ നിങ്ങളുടെ വീടും മറ്റു ചുറ്റുപാടുകളെല്ലാം അവരെ കാണിച്ചു കൊടുക്കുകയും പരിഗണിച്ചാൽ നിങ്ങൾ അവരെ വിട്ടത്. പക്ഷേ മറ്റുള്ളവരുടെ ചില വാദങ്ങൾ കേട്ടുകൊണ്ട് പിറ്റേ ദിവസം നിങ്ങളിട്ട പോസ്റ്റ് അതൊരല്പം കടന്ന കൈയായി പോയി. ഒരു മനുഷ്യൻ എത്ര മോശക്കാരനാണെങ്കിലും അവനെ ഈ രൂപത്തിൽ അവഹേളിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അതും വിളിച്ചു വരുത്തിയ അതിഥിയോട്. അവർ തെറ്റായിരുന്നു എന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം ഞാനൊന്ന് പറയട്ടെ, എന്തുകൊണ്ടാണ് ഈ നൂറയ്ക്കും ആദിലയ്ക്കും മാത്രം തൊടുന്നിടത്തെല്ലാം ഈ പ്രയാസം അനുഭവിക്കുന്നത്? ഇതുപോലെയാണ് ആഷിക്കും അതുപോലെ തന്നെ ജാസിക്കും സംഭവിക്കുന്നത്. അവരെല്ലാം തൊടുന്ന എല്ലാ മേഖലകളിലും അവർക്ക് വിമർശനം മാത്രമാണ് സംഭവിക്കുന്നത്. LGBTQ ഒക്കെ ആണെങ്കിൽ ആ മേഖല ജീവിക്കുന്ന എത്ര പേർ വേറെയുമുണ്ട്. അവരുടെ ആരുടെയും പിന്നാലെ സോഷ്യൽ മീഡിയ പോകുന്നില്ല, ജനങ്ങൾ പോകുന്നില്ല. അവരെ ആരെയും വിമർശിക്കാനും ആരുമില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുടെ എല്ലാ തകർച്ചയ്ക്കും ഈ അവഹേളനത്തിനെല്ലാം കാരണം ഇവരുടെ നാവിലൂടെ വന്നുപോയ മാതാപിതാക്കളെ ഏറ്റവും മോശമായി പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിലും കിട്ടുന്ന വേദികളിലെല്ലാം ഇവർ അവഹേളിക്കുക മാത്രമാണ് ചെയ്തത്. ഇവരുടെ വർത്തമാനത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് അവരുടെ മാതാപിതാക്കൾ എത്ര കരുതലോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് ഇവരെ പോറ്റിയതെന്ന്. അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും അതിനുശേഷം എല്ലാ പൊതുസ്ഥലങ്ങളിലും ജനിപ്പിച്ച അമ്മയെ, അച്ഛനെ, ഉമ്മയെ, ഉപ്പയെ അവഹേളിച്ച് കടന്നു പോകുമ്പോൾ അറിഞ്ഞില്ലല്ലേ കാലം നിങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുന്ന മുഴുവൻ മേഖലകളിലും ആക്ഷേപങ്ങൾ മാത്രമായിരിക്കും തിരിച്ച് സമ്മാനിക്കുക എന്ന്. പ്രിയമുള്ള സഹോദരിമാരെ, മാറാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. ആ കണ്ണീര് നിങ്ങൾ ഒപ്പണം. അവരോട് നിങ്ങൾ മാപ്പ് പറയണം. സ്നേഹത്തോടു കൂടി അവരുമായി സഹകരിക്കണം. ഏതാണോ നന്മ, ആ നന്മയെ കണ്ടെത്തി തിരിച്ചറിയണം. നന്മയുടെ മാർഗത്തിലേക്ക് നിങ്ങൾ തിരിയണം. ഇതൊരു സഹോദരന്റെ സ്നേഹപൂർവ്വമുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ ഉപദേശമാണ്. കഴിയുമെങ്കിൽ സ്വീകരിക്കൂ.